Hi friends, welcome our channel nathoonztipsstitching. ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അവിയൽ എങ്ങനെ ഉണ്ടാക്കാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സദ്യയ്ക്കും അതുപോലെ സാമ്പാറിന് കൂടെയൊക്കെ ചോറിന് കഴിക്കുന്ന അവിയൽ വളരെ പെട്ടെന്ന് എങ്ങനെ നല്ല ടേസ്റ്റായിട്ട് എങ്ങനെ വെക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അവിയലിന് വേണ്ട സാധനങ്ങൾ നമുക്ക് എന്തൊക്കെയാന്ന് നോക്കാം. ചേന വേണം, അത് വേറെ വെച്ച് നോക്കുക, ചൊറിയും. പിന്നെ തഞ്ഞല വേവ് കൂടുതൽ കാലം മാറ്റി വെച്ച് നോക്കുക. പിന്നെ ഇതിൽ കായുണ്ട്, മുരിങ്ങക്കായുണ്ട്, നേന്ത്രക്കായുണ്ട്, മുരിങ്ങക്കായുണ്ട്, ക്യാരറ്റ് ഉണ്ട്, കുമ്പളങ്ങയുണ്ട്, പിന്നെ ഒരു സവാള അരിഞ്ഞിട്ടുണ്ട്, പിന്നെ ബീൻസ് ഉണ്ട്, കൊത്തമല്ലി ഉണ്ട്. അങ്ങനെ എല്ലാ പച്ചക്കറികളും ഉണ്ട്. എല്ലാ പച്ചക്കറി വെച്ചാൽ മത്തങ്ങ ഉണ്ടാവില്ല, വെണ്ടയ്ക്ക, വഴുതനങ്ങയൊന്നും പാടില്ല കേട്ടോ. പിന്നെ ഉറപ്പുള്ള കഷ്ണങ്ങൾ എല്ലാതും ഉണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് പച്ചമുളക് വേണം, നാടൻ പച്ചമുളക് പറമ്പിൽ പൊടിച്ചതാണ്. പിന്നെ ജീരകം ഒരു അര സ്പൂൺ വേണം. പിന്നെ ചുവന്നുള്ളി വേണം, തൈര് വേണം, ഉപ്പ് വേണം, മഞ്ഞൾപ്പൊടി വേണം, പിന്നെ നാളികേരം. അപ്പോൾ ഈ നാളികേരം നമുക്ക് ഈ പച്ചമുളക് രണ്ടെണ്ണം ഇട്ട് ഈ മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ഒറ്റയടി അടിച്ചെടുക്കാം. ബാക്കി പച്ചമുളക് നമുക്കിതിൽ കീറിയിടാം. അപ്പോൾ നമുക്ക് കഷ്ണങ്ങൾ വേവിക്കാം. കഴുകി വെച്ച കഷ്ണങ്ങൾ നമുക്ക് വേവിക്കാം. അപ്പോൾ ഈ കഷ്ണങ്ങളിൽ നമുക്ക് ഉപ്പും മഞ്ഞളും പിന്നെ ഒരു 3-4 പച്ചമുളക് ഇട്ടിട്ട് വേവിക്കാം. ബാക്കി പച്ചമുളക് നമുക്ക് നാളികേരത്തിൽ അരയ്ക്കാം. കുക്കറിലാണ് ഞങ്ങൾ വെക്കാൻ പോണേ. കുക്കറിൽ വെക്കുമ്പോൾ ഒരു തുണ്ട് വെള്ളം ഒഴിച്ചാൽ മതി, ഒരു അര ഗ്ലാസ്. കുക്കറിൽ അടുപ്പുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിസിൽ വരുന്നോട് കൂടി സ്റ്റവ് ഓഫ് ചെയ്യണമെങ്കിൽ കുഴയും കഷ്ണങ്ങളൊക്കെ. അപ്പോഴേക്കും നമുക്ക് നാളികേരം അടിച്ചെടുക്കാം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്തു. അപ്പോൾ നമുക്ക് നമ്മുടെ നാളികേരം അടിച്ചത് ഇതിലേക്ക് ഇടാം. നാളികേരം ഒന്നും ഒതുക്കാനേ പാടുള്ളൂ, ഉണ്ട് അതുപോലെ. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം. കുക്കർ വിസിൽ വന്ന വഴിക്ക് ഓഫ് ചെയ്യണം. എന്നിട്ട് വേഗം എയർ കളഞ്ഞ് തുറക്കണം. കഷ്ണമൊക്കെ ഇവിടെ വെന്തുണ്ട്. ഇനി ഇതിലേക്ക് ഇതൊന്നൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലേക്ക് തൈര് ഒഴിച്ചിട്ട് നമുക്ക് ചുവന്നുള്ളി ചതച്ചിട്ടിട്ട് ഓഫ് ചെയ്യാം. ചുവന്നുള്ളി ചതക്കട്ടെ. ഉള്ളി ചതച്ചത് നമുക്ക് ഇതിലേക്കിടാം. ചുവന്നുള്ളി പച്ചമുളകും ചതച്ചത്. നാളികേരത്തിൻ്റെ ഒപ്പം കുറച്ച് പച്ചമുളക് നമ്മൾ അരച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളത് ഈ ചുവന്നുള്ളിയുടെ കൂടെ ചതച്ചിട്ടുണ്ട്. അപ്പോൾ ചുവന്നുള്ളി ഒന്ന് രാവിയൊക്കെ ഒന്ന് കയറട്ടെ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അവിയലിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ അവിയലിൻ്റെ പണി ഇവിടെ കഴിഞ്ഞു കിട്ടും. അത് നമുക്ക് ഇനി ഒരു ബൗളിലേക്ക് പകർത്താം. നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് ഇപ്പോൾ എല്ലാവരും കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെ ഇനി അവിയൽ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. പെട്ടെന്ന് കഴിയും, വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. നല്ല ടേസ്റ്റാണ്. ചോറുണ്ണാൻ വേറെ സാധാരണ നമ്മൾ ചോറുണ്ണുമ്പോൾ വേറെ എന്തെങ്കിലും സാമ്പാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിയൽ കൂട്ടാൻ പറ്റുള്ളൂ എന്ന് പറയും. പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല. ചോറുണ്ണാനായിട്ട് അവിയൽ മാത്രമായാലും നമുക്ക് അടിപൊളിയായിട്ട് ചോറുണ്ണാൻ പറ്റും. അപ്പോൾ ഇനി അവിയൽ ഉണ്ടാക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.